യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റോ? എന്നാ നമുക്ക് ഇറങ്ങാനോ? ശരി. അയ്യോ, കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാ പോരെ? അതെ, ഞാൻ വേഗം വേണ്ട വേണ്ട വേണ്ട, അവിടെ ഇരിക്കേ. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അതെ അതെ. പിന്നെ പ്രതിഭേ, നാളെ ഓഫല്ലേ? ചുമ്മാ വീട്ടിലോട്ട് ഇറങ്ങ്. അതെ, നാളെ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോവാന്ന് കരുതിയിരിക്കുവായിരുന്നു. ഓ, എങ്കിൽ സാരമില്ല, അത് നടക്കട്ടെ. ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നിട്ട് ഞാൻ വന്നേക്കാം ചേച്ചി. ശരി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാ. പ്രതിഭയുടെ അച്ഛൻ വരുമ്പോ ഞങ്ങൾ തിരക്കിന്ന് പറഞ്ഞേക്ക്. പറയാം സാർ. ശരി, നമുക്ക് പോകുവാണോ? ടാറ്റാ. നീ ഇതെവിടെയായിരുന്നു ശബരി? എന്താ വൈകിയത്? പോട്ടെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, അതൊക്കെ മറക്ക്. അച്ഛന് കിടന്നോളാൻ മേലായിരുന്നു. നീ വരാതെ ഞാൻ എങ്ങനെ മനസമാധാനായിട്ട് കിടന്നുറങ്ങും? പിന്നെ ദയ വന്നിട്ടുണ്ട്. ഓ, വന്നോ? അവളകത്തുണ്ട്. മോനെ, വഴക്കും പിണക്കും എല്ലാം വിവാഹ ജീവിതത്തിൽ പതിവാ. അതൊന്നും മനസ്സിലിട്ട് വലുതാക്കരുത്. പോയി സമാധാനായിട്ട് കിടന്നുറങ്ങും. ചെല്. ശബരീട്ട, ഇതെന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ എന്തിനാ മിണ്ടുന്നത്? അല്ലെങ്കിൽ തന്നെ എന്റെ ശബ്ദം കേൾക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലോ. ശബരീട്ടൻ എന്നോട് ക്ഷമിക്കണം. ദേഷ്യം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അതിന്റെ പേരില് എന്നെ വെറുക്കരുത്. നിന്നെ വെറുക്കാൻ എനിക്ക് സാധിക്കുതേ. ഈ ലോകത്ത് ഞാൻ എന്നെക്കാളും സ്നേഹിക്കുന്നത് നിന്നെയല്ലേ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എനിക്കറിയാം. ദുഷ്ടയാ ഞാൻ. എല്ലാ പ്രതിസന്ധിയിലും എന്നെ ചേർത്ത് നിർത്തിയ ആളാ എന്റെ ശബരീട്ടൻ. അതുപോലും ഞാൻ മറന്നു. നീ എന്തിനാ വിഷമിക്കുന്നെ? നിന്റെ വഴക്കും പിണക്കും ഒന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. നിന്നെ വേദനിപ്പിക്കാതെ ഈ ജീവിതകാലം മുഴുവൻ നോക്കണമെന്നാ എന്റെ സ്വപ്നം. എനിക്കറിയാം ശബരീട്ട, എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷം നിറഞ്ഞിരിക്കുകയായിരുന്നു. ശബരിയേട്ടന്റെ വാക്കുകൾ പോലും ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ വാശി ജയിക്കണമെന്ന ചിന്തയിൽ എന്തൊക്കെയോ ഞാൻ കാണിച്ചു കൂട്ടി. സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. നിന്റെ മനസ്സിന് അറിയാതെയാണെങ്കിലും ഞാനും വേദനിപ്പിച്ചല്ലോ. അയ്യോ, സത്യം പറയാലോ, എനിക്ക് അമ്പലച്ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുന്നതല്ല, എന്റെ ശബരിയേട്ടനുള്ളടുത്ത് കഴിയുന്നതാ എന്റെ സന്തോഷം. എന്നിട്ടും എന്തോ ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ വഴക്കിട്ടു. നിന്നെനിക്ക് അറിയില്ലതേ. നീയും നമ്മുടെ കുഞ്ഞും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നുള്ള പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അതെ, അത് തന്നെയാ എന്റെ സ്വപ്നം. എന്നും എനിക്ക് താങ്ങും തണലുമായി ശബരിയേട്ടൻ എനിക്കൊപ്പം തന്നെ വേണം.
ഏട്ടാ ഞാൻ കടയിലേക്ക് ആ പോവാ. ഡാ ഒരു കാര്യം, എടാ ഇന്ന് വണ്ടി ഇല്ലാത്തതുകൊണ്ട് കച്ചവടം തീരെ കുറവായിരിക്കും. അതെ, ഏതായാലും നമ്മൾ തുറക്കാതിരിക്കണ്ടല്ലോ. അത് ശരിയാ. ഒരു കാര്യം ചെയ്യ്, നീ ഉച്ചയ്ക്ക് കട അടച്ചിട്ട് ഇങ്ങ് പോരെ. ശരി ഏട്ടാ. ആ നിക്കവിടെ. എന്തിനാ നാണയില്ലാതെ ഇങ്ങോട്ട് കയറി വന്നത്? ഇന്ദ്ര, ഞാൻ നിങ്ങളോ നിങ്ങളുടെ മകനോ ഈ മുറ്റത്ത് കാലുകുത്തിയ ആ കാലടിച്ചു ഓടിക്കും ഞാൻ. അങ്ങനെ പറയരുത് ഇന്ദ്ര. എനിക്ക് സോനയും കുഞ്ഞിനെയും ഒന്ന് കാണണം. എന്തിനാ? സോനയും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പറഞ്ഞ ഇല്ലാതാവുന്ന ബന്ധാണോ ഇവിടെ ഉള്ളത്? എന്താ സംശയം? ഇത്രയും നാളായിട്ട് നിങ്ങളുടെ മകൻ എന്റെ പെങ്ങളെ വേണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് തോന്നിയോ ഇങ്ങനെ ഒരു മരുവളുണ്ടെന്ന്? തെറ്റ് പറ്റിയിട്ടുണ്ട് ഇന്ദ്ര. പക്ഷെ അതിനെ ശിക്ഷിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോ. അവന്റെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവൻ എന്തവസ്ഥ വന്നാലും എനിക്കെന്താ? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് ഓടിപ്പോകുന്നതിന് ഇതല്ലാതെ പിന്നെ എന്താ അവസ്ഥ വരുന്ന താൻ കരുതിയേ? ശരിയാ, നിങ്ങൾ പറയുന്ന ഒക്കെ ശരിയാ. ചെയ്തത് വലിയ തെറ്റാ. നിങ്ങളുടെയൊക്കെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. ഇനി താനങ്ങനെ എന്റെ മുറ്റത്ത് കിടന്ന് ചലച്ച ഇന്ദ്രന്റെ തനി സ്വഭാവം താൻ അറിയും. കേട്ടോ? കേട്ടോ? ഇന്ദ്രേട്ടാ, വേണ്ട വേണ്ട ഇന്ദ്രേട്ടാ, വീട് വീട്. മോളെ അനു, നീ ഒന്ന് ഇന്ദ്രനോട് പറ, എനിക്ക് സോനമോളെയും കുഞ്ഞിനെ ഒന്ന് കാണണം. അവരെ കാണിക്കാനുള്ള ദയെങ്കിലും എന്നോടൊന്ന് കാണിക്കണം. അതിന് അവരെവിടെ ഇല്ല. മോളെ, വെറുതെ നുണ പറയരുത്. സോനമോളെ കണ്ട് സംസാരിച്ച് ഉടനെ ഞാൻ പോയിക്കൊള്ളാം. ഞാൻ പറഞ്ഞ സത്യ. അമ്മയും സോനയും ഇവിടെ ഇല്ല. അവര് സോനയുടെ ജോലി സ്ഥലത്താ. ജോലി സ്ഥലത്തോ? അതെ, അവര്. നിനക്കെന്താ വട്ടാണോ? ഇവരോടൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്താ? ഇയാള് നമ്മുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. മോനെ ഇന്ദ്ര, ഇറങ്ങിപ്പോടോ. ഇനി താൻ ഇവിടെ നിന്ന് ചലച്ച തന്റെ പ്രായം പോലും പറഞ്ഞ് ഈ കൈ തന്റെ കർണത്ത് വേണ്ട, ഞാൻ പോയിക്കോളാം. പോയിക്കോളാം. ഇന്ദ്രേട്ടാ, എടുത്തോട്ട് പോടോ. പോ. അനു, അനു, അയ്യോ, അനു, 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 എന്താ പറ്റിയേ? അനു, 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 അയ്യോ, അനു, 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 എണീക്കനു, അനു.